ദുരിതാശ്വാസ നിധിയിൽ ഇതിന്റെ പൈസ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. ഈ പാവപ്പെട്ടവൻ താമസിക്കുന്ന വീട് വാടക കൊടുക്കുന്നില്ല. വീട് എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ലേ. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്തു. നിയമവിരുദ്ധമായി ഒരു പെൺകുട്ടിയുടെ 24 വയസ്സുകാരി പെൺകുട്ടിയുടെ വൈഷ്ണയുടെ കോടതി പോയല്ലേ. ഞങ്ങൾ നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. എന്താ കോടതി പറഞ്ഞത്? 3000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000-ലധികം വോട്ടിന് ജയിച്ചു. ഞങ്ങളൊന്നും ഇതൊക്കെ ഈ ക്ലീഷേ വന്ന ഈ വാചകങ്ങളാണ്. ക്ലീഷേ വന്ന കേരള രാഷ്ട്രീയം കേട്ടും അടുത്ത വാക്കുകളാണ്. 9.5 കൊല്ലം ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇവര് മാനിഫെസ്റ്റോയിൽ കൂടി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കൊരു ചോദ്യമുണ്ട്, മറുചോദ്യം. ഇപ്പോഴത്തെ ചോദ്യത്തിന് 2021 മാനിഫെസ്റ്റോയിൽ LDF പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചാൽ, അവരെ ജയിപ്പിച്ചാൽ ഞങ്ങൾ 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കുന്നു. ഇപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്താണ് അതൊക്കെ കണ്ടിട്ട്. അധികാരത്തിൽ ഇരുന്ന് 4.5 വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. എന്നിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച ഞങ്ങൾ 400 രൂപ കൂട്ടിയത്. 900 കൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് 400 തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച. ഇപ്പൊ കഴിഞ്ഞ 4.5 കൊല്ലം ഈ ജനങ്ങളെ കബളിപ്പിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? ഈ തെരുവ് നായയുടെ ശല്യം ഇനി എപ്പോഴാണ് ഇവര് കൈകാര്യം ചെയ്യാൻ പോണെ? ഇത്രയും വലിയ അവസരം 10 വർഷത്തോളം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ ചെറുവിരൽ അല്ലെങ്കിൽ അവരുടെ കാലത്തല്ലേ ഇത്രയും തെരുവ് പട്ടികൾ വർദ്ധിച്ചത്? ഇല്ലേ? ഉണ്ടായിരുന്നതിന്റെ ഒരു 500-600% കണക്ക് നോക്കിയാൽ അറിയാം തെരുവ് പട്ടികൾ വർദ്ധിച്ചത്. ഒന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും 3.5 ലക്ഷം ആളുകളെ പട്ടി കടിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. എന്ത് വിശ്വാസമാണ് ഇവര് പറയുന്നതിനുള്ളത്? പിന്നെ ദാരിദ്ര്യം ശരി, യഥാർത്ഥത്തിൽ ആശ്രയ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. അത് ഇവര് തകർത്തു. അതിൽ തന്നെ കണക്ക് 1.5 ലക്ഷം പേര് ഉണ്ടായിരുന്നു. അതൊരു കണക്ക് വെച്ചിട്ടാണ് അഗതികളും മറ്റും ആയിട്ടുള്ള ആളുകളെയാണ് ആശ്രയ പദ്ധതി വെച്ച് അത് ഇവര് പൊളിച്ചു കൊടുത്തു. ഇല്ലേ? ഇവരെന്നിട്ട് ഇവര് തന്നെ ഇവരുടെ മാനിഫെസ്റ്റോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം പരമദരിദ്രർ കേരളത്തിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. 4.5 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകൾ 5,95,000 പേരുണ്ടെന്ന്. പിന്നെ ഈ 64,000 പേരിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത്? നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും അതീവ ദരിദ്രരായ, അല്ലെങ്കിൽ എന്ത് വാക്കുപയോഗിച്ചു, പരമദരിദ്രരായ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, ഈ ഷീറ്റ് കെട്ടി അതിന്റെ കീഴെ താമസിക്കുന്ന, ഒരു പനി വന്നാൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര പേരുടെ കഥകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു? അപ്പൊ ഇവരുടെ ഈ അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറയുന്നത് എന്ത് വില? എല്ലാം PR പ്രൊപ്പഗാൻഡയാണ്. PR പ്രൊപ്പഗാൻഡ. ഒരു അടിസ്ഥാനം ഇല്ലാതെ വെള്ളപൂശാണ്. PR വെച്ചിട്ട് PR ഏജൻസികളെ വെച്ച് വെള്ളപൂശമാണ്, വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ തുറന്നു കാട്ടും. ഞങ്ങളെ കണക്കുകൾ വെച്ച് തുറന്നു കാട്ടും. അല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ എല്ലാ വിഷയങ്ങളും വരുമല്ലോ. തെരഞ്ഞെടുപ്പ് എടുക്കും. ഏത് വികസന പ്രവർത്തനമാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? അതറിയണമല്ലോ. അവര് അവകാശപ്പെടുന്ന എല്ലാം ഞങ്ങളുടെ കാലത്ത് ഓപ്പൺ ചെയ്തതല്ലേ. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവർക്കിപ്പോ നാഷണൽ ഹൈവേ എന്താ വരാൻ കാര്യം? UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട്. അതാണ് 2006 എന്റെ നാട്ടിൽ ഭൂമി എടുക്കുന്ന സമയത്ത് 1 സെന്റ് ഭൂമിക്ക് കിട്ടിയിരുന്നത് 21,000 രൂപയാണ്. 21,000 രൂപ. 10 സെന്റ് ഭൂമി എടുത്താൽ 2,10,000 രൂപ. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 1,90,000 രൂപ 10 സെന്റ് പോണ ആൾക്ക്. അന്നത്തെ കാലത്ത് അവിടെ 1 സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല ഈ പണം കിട്ടിയ. അതുകൊണ്ട് സമരമായിരുന്നു കേരളം മുഴുവൻ. UPA ഗവൺമെന്റ് ലാൻഡ് അക്വിസിഷൻ ആക്ട് കൊണ്ടുവന്നു. എന്റെ നാട്ടിൽ ഈ പറഞ്ഞ 21,000 രൂപ 1 സെന്റിന് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയ പൈസ 8 ലക്ഷം രൂപ 10 ലക്ഷം വരെ. അതുകൊണ്ടാണ് ഹൈവേ. എന്നിട്ട് ഹൈവേയുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വന്നു. ഹൈവേ കേരളം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. നിതിൻ ഗഡ്കരിയെ കാണുമ്പോ കേരളത്തിലെ ഹൈവേയുടെ കാര്യം അല്ല പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വേറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി. അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല കേരളത്തിൽ. എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്?
ഇതിന്റെ ക്വാളിറ്റി ആരാണ് പരിശോധിക്കുന്നത്? സ്റ്റേറ്റിന് റോളും ഇല്ലേ? സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കി ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി. ഈ ഞങ്ങളൊക്കെ ഈ റോഡിലൂടെ, നമ്മളെല്ലാവരും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഏത് സമയത്തും മുകളിൽ നിന്ന് സാധനം ഇടിഞ്ഞു പോയി. ഇപ്പൊ എത്ര പേര് മരിച്ചു, എത്ര അപകടങ്ങൾ ഉണ്ടായി, അതിന് പോലും ഇവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് കൊട്ടിഘോഷിക്കാൻ ഒരു വികസന പ്രവർത്തനം ഇല്ല. ഇവര് നവകേരള യാത്ര നടത്തിയല്ലോ, അത് നല്ല തിരിച്ചടി കൊടുത്തില്ലേ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ? അതുപോലെ തിരിച്ചടി ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടും. നിങ്ങൾക്ക് ഏത് വാർത്ത വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾ അതുപോലത്തെ ഒരുപാട് വാർത്ത ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ. നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്തു. നിയമവിരുദ്ധമായി ഒരു പെൺകുട്ടിയുടെ, 24 വയസ്സുകാരി പെൺകുട്ടിയുടെ, വൈഷ്ണയുടെ, കോടതി പോയല്ലോ ഞങ്ങൾ. നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. എന്താ കോടതി പറഞ്ഞത്? എന്താ ഈ കോടതി പറഞ്ഞത്? എന്നിട്ട് ഈ പരാതി കൊടുത്തവന് 22 വോട്ടുണ്ട്, 28 വോട്ടുണ്ട്. അത് കണ്ടില്ല അല്ലേ? അത് കണ്ടില്ല. ആ 28 വോട്ട് കണ്ടില്ല. ഈ പരാതിയെ കുറിച്ചുള്ള ഹൈക്കോടതി വിധിയും കണ്ടില്ല അല്ലേ? VM വിനുവിന് കഴിഞ്ഞ ഇലക്ഷൻ അയാൾ വോട്ട് ചെയ്താണ്. കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്ത ഒരാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ പേര് നീക്കം ചെയ്യും? കോടതി പോയിട്ടുണ്ട്. എങ്ങനെ നീക്കം ചെയ്യും? അതാണ് BJPയുടെ തൊട്ടുപുറകെ. ചോദിച്ചു നന്നായി. BJPയുടെ തൊട്ടുപുറകെയാണ്. മനസ്സിലായ? പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കൊക്കെ പണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങളുടെ മുന്നണിയിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. 10-1 വിഷയം പോലും ഇപ്പൊ ഇല്ല. ഇപ്പൊ എവിടെ വിഷയം? ഏരിയ സെക്രട്ടറിമാരടക്കം രാജിവെച്ച് പോകുന്നെന്ന് അറിഞ്ഞില്ലേ? കണ്ടില്ലേ നിങ്ങളാരും? തിരുവനന്തപുരം സിറ്റിയിൽ എത്ര പ്രധാനപ്പെട്ട ആളുകൾ രാജിവെച്ചു CPM ന്ന്. ഇങ്ങോട്ട് മാത്രം നോക്കരുത്. കോൺഗ്രസിലേക്ക് മാത്രം മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് നോക്കുമ്പോ ഇവിടെ മാത്രം കുഴപ്പം തോന്നുള്ളൂ. ഒന്ന് വിശാലമായിട്ടൊന്ന് നോക്ക്. അപ്പൊ എല്ലായിടത്തും നടക്കുന്ന കുഴപ്പം അറിയാൻ പറ്റും. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് പ്രഖ്യാപിച്ചത്. മലപ്പുറത്ത് വ്യാപകമായിട്ട് വ്യാജ അപേക്ഷ ഫോമുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വോട്ടുമാരെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലീഗ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ആഴ്ച ഇത് പ്രഖ്യാപിക്കുക. കയ്യിൽ പൈസയില്ല. ഇത് 2000 കോടി സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ വേണ്ടി ഓടുക. എന്നിട്ട് സ്വന്തക്കാർക്ക് മുഴുവൻ ഇത് എഴുതി കൊടുക്കുക. തെറ്റായ രീതിയിൽ ഫോം വിതരണം നടത്തി തെറ്റായ തരത്തിൽ കൊടുത്താൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. സംശയം എന്താ? ഇപ്പോ SIR-നെ എതിർക്കുന്നു, ശരിയാണ്. എന്താ CPM ചെയ്തത് പയ്യന്നൂര്? CPM എന്താ ചെയ്തത്? BLOയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. BLA-മാരെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണമെന്നാ. കോൺഗ്രസിന്റെ BLA കൂട്ടി വന്ന നിന്റെ കഥ കഴിക്കുന്നു പറഞ്ഞു. അവനെ ഭീഷണിപ്പെടുത്തി. അല്ല, ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? അപ്പൊ ഈ BJPയും CPM-ഉം ചെയ്യുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? സത്യസന്ധവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടർ പട്ടിക വികലമാക്കാൻ BJP ഒരു സ്ഥലത്ത് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ CPM അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഭീഷണിപ്പെടുത്തുകയാണ് BLO-മാരെ. NGO യൂണിയന്റെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിൽ അംഗമായ BLO-മാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ UDF-കാരുടെ ആരെയും ഈ ഫോം മേടിച്ചു കൊടുക്കേണ്ടതെന്നാ. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകെ ഉണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLO-മാരെ ഈ SIR-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പറയും, ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം. വേണ്ടാത്തത് കാണിച്ചാൽ, ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധം ഇല്ല. വേണ്ടാത്തത് ചെയ്താൽ എന്നാ പറഞ്ഞു. മര്യാദയ്ക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ SIR-ന്റെ മറവിൽ രാഷ്ട്രീയം BLO-മാര് ചെയ്താൽ പുറകെ ഉണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. ദേശീയപാതയെ തീരദേശപാതയെ ലോകകേരള സഭയെ മുഴുവൻ പ്രവർത്തകരുടെ സർക്കാർ പോസിറ്റീവായി ഒരു കാര്യത്തെയും അഭിനന്ദിക്കാതെ എല്ലാത്തിനും എതിർത്ത് നിൽക്കുന്ന സംഘീയ രാഷ്ട്രീയമാണ് പ്രതിപക്ഷ നേതാവ്. അല്ല, ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞതല്ല, ദേശീയപാതയെ ആരാ എതിർത്ത്? പ്രതിപക്ഷം എതിർത്തു.
ഞങ്ങൾ എല്ലായിടത്തും സഹകരിക്കണം. ദേശീയപാത വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ദേശീയപാത നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അത് കേട്ടില്ല, അതാ കുഴപ്പം. അത് ഈ കൈരളിയിലും ദേശാഭിമാനിലും മാത്രം വന്നില്ല, ബാക്കി എല്ലാത്തിലും വന്നു. തീരദേശപാത അതിന്റെ ഞങ്ങൾ എല്ലായിടത്തും വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരും. ഇനിയത്തെ കാലമാണ്. തുരങ്കപാത ഉൾപ്പെടെ പറഞ്ഞത് എൻവയൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ലാതെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, പശ്ചിമഘട്ട മലനിരകൾ ഉള്ള സ്ഥലത്ത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. തീരദേശപാത തീരെ ശോഷണം നടക്കുകയാണ് പല സ്ഥലത്തും. വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ. അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം, ഓരോ സ്ഥലവും പരിശോധിച്ചിട്ട് വേണം. ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശപാത. ഞങ്ങൾ സ്റ്റഡി നടത്തിയാണ്. ഞങ്ങൾ കെയറയിലിന്റെ സ്റ്റഡി നടത്തിയിട്ടാണ്, ഞങ്ങൾ എക്സ്പെർട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പോയത്? 300 അടി പൊക്കത്തില് അല്ലെ എംബാങ്ക്മെന്റ് കേരളത്തിലെ 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ, 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ എംബാങ്ക്മെന്റ്. പിന്നെ 10 അടി പൊക്കത്തിൽ 2 സൈഡിലും മതില്. ഇപ്പൊ മഴ പെയ്തിരുന്നപ്പോ കാണായിരുന്നു, മറ്റേ വേനൽക്കാലത്ത് ട്രെയിനും മറ്റേ വർഷകാലത്ത് ബോട്ടും ഓടിക്കായിരുന്നു റെയിൽവേ ലൈനിൽ കൂടി. ആ കേരളത്തിന്റെ ഒരു ഇന്നത്തെ കാലത്ത് എന്ത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും എൻവയൺമെന്റ് ഇമ്പാക്ട്, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതൊരു പ്രധാന ഘടകമായി ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ഏത് പദ്ധതി എതിർത്തിരിക്കുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ ആളല്ലേ പിണറായി വിജയൻ. എന്തൊരു സപ്പോർട്ടായിരുന്നത് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്. കടൽ കൊള്ള ആ ദേശാഭിമാനിയുണ്ട് അവിടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഖ്യാപനം വന്ന ദിവസം ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നത് കടൽ കൊള്ളാന്നാണ്. എന്തൊരു പിന്തുണയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്, പിണറായി സർക്കാരിന്റെ ഗണം. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന്. അല്ല, അപ്പൊ റിയൽ എസ്റ്റേറ്റ് പുള്ളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി. ഇതെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ല. എല്ലാം ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ തടസ്സം നിന്നേക്കുന്നത്? തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. K4 2019 ആകുമ്പോ 20 ലക്ഷം പേർക്ക് സൗജന്യ ഇത് കൊടുക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. എത്ര പേർക്ക് കൊടുത്ത്? 1 ലക്ഷം ആയില്ല, 50,000 ആയില്ല. ഇത് 25 കാലാവധി 6 കൊല്ലം കൂടി തട്ടിപ്പ് നടത്തിയത്. അതിലെ കൊടുത്ത കരാറുകാർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുള്ള ആൾക്ക് കരാറ് കൊടുത്തു. സംശയമില്ല. ഈ ക്യാമറ വെച്ചത് അല്ലല്ല, ഞങ്ങൾ ആരോപണം അല്ല. അതിനെന്താ കോടതി എന്താ പറയുക? അല്ലല്ല ഒരു കണത്ത പ്രകാരമില്ല. കോടതി പറഞ്ഞെന്താ? കോടതി അല്ലല്ല ഏത് അല്ല, 2 കേസുകൾ ഞങ്ങൾ കൊടുത്ത് കോടതി പറഞ്ഞത് ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല, ഇത് നടത്തി കഴിഞ്ഞു, ഈ സമയത്ത് ഇടപെടാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല. അതിലില്ല, കോടതി തടഞ്ഞു വെച്ചല്ലോ. പൈസ കൊടുത്തത് തടഞ്ഞു വെച്ചായിരുന്നല്ലോ. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് മനസ്സിലാക്കി പണം കൊടുക്കുന്ന തടഞ്ഞു വെച്ചല്ലോ ക്യാമറ കേസിൽ, ഇല്ലേ? ഈ സമയത്ത് ഇനി ഇടപെട്ടിട്ട് എന്താ കാര്യം? അത് നടപ്പാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അന്വേഷിക്കുന്ന വേറെ ഏജൻസിയാണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2026 ഞങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ അകത്ത് അഴിമതി നടത്തിയ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യും. സംശയം വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എല്ലാ തെളിവുകളും. അവര് പലതും പറയും, ഞങ്ങൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇത് കേരളമല്ലേ, എല്ലാ കാര്യവും ചർച്ചയാവും. തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. എല്ലായിടത്തും എല്ലാവരും സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമാണോ LDF സംസാരിക്കാൻ പോണ എല്ലാ മീറ്റിങ്ങിലും? അല്ലല്ലോ, ഒരുപാട് കാര്യം പറയില്ല, എല്ലാ കാര്യവും ചർച്ച ചെയ്യും. സർക്കാരിനെ കുറിച്ചും ഇതൊക്കെ ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ചോദിക്കണല്ല. പാലക്കാടും ചോദിച്ചാണ്, നിലമ്പൂരും ചോദിച്ചാണ്. അല്ലല്ല, നിലമ്പൂര് ചോദിച്ചാണ്,
സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് MP ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില്. സർക്കാരിനെ അപ്പൊ വിലയിരുത്തിയില്ലേ നിലമ്പൂരിലെ ആളുകൾ? 3000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000-ത്തിലധികം വോട്ടിന് ജയിച്ചു. ഞങ്ങളൊന്നും ഇതൊക്കെ ഈ ക്ലീഷേ വന്ന ഈ വാചകങ്ങളാണ്. ക്ലീഷേ വന്ന കേരള രാഷ്ട്രീയം കേട്ടും അടുത്ത വാക്കുകളാണ്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ള. MP ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വന്ന് പ്രസംഗിച്ചത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ വിലയിരുത്തലാകും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല. എത്ര വോട്ടിനാ തോറ്റത്? ഓരോ സ്ഥലത്ത് എത്ര വോട്ടിനാ തോറ്റത്? പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇറങ്ങാറുണ്ട് ഇലക്ഷനിൽ. ഇങ്ങനെ ഇറങ്ങണേന്ന് എത്ര പ്രത്യേകത? ഇദ്ദേഹം ഇറങ്ങണേന്ന് എത്ര വാർത്ത? ഏത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് ക്ലിഫ് ഹൗസിന്റെ അകത്ത് കയറി വാതിലടച്ചിരുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ? എന്തൊരു ചോദ്യം! അതൊക്കെ ഞങ്ങൾ അത് കൊടുത്തോ വാർത്ത? വയലിൽ എന്തെങ്കിലും കൊടുക്കണ്ട, ഇത്ര നേരം ഇരുന്നിട്ട് അത് കൊടുത്തോ? ഈ വയനാട് നിങ്ങൾ സ്വന്തമായി കോൺഗ്രസ് ഞങ്ങളവിടെ 4 സ്ഥലങ്ങൾ പരിശോധിക്കുക. ഈ ദുരന്തം ഉണ്ടായിട്ട് 1 കൊല്ലം പിടിച്ചല്ലോ ഈ സർക്കാർ ഭൂമി കണ്ടെത്താൻ. ഇല്ലേ? സർക്കാർ ഭൂമി കണ്ടെത്താൻ എത്ര നാൾ പിടിച്ചു? 1 കൊല്ലം പിടിച്ചു. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി തന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി 1 കൊല്ലം വെയിറ്റ് ചെയ്തു. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്താനുള്ള മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയത്. ഞങ്ങൾ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തു. 1 കൊല്ലമായി കഴിഞ്ഞപ്പോഴാണ്, ആകാറായപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി തന്നാൽ ഞങ്ങൾ ഇതിൽ 100 വീട് പണിത് കൊടുക്കാന്ന്. ഞങ്ങൾ കേക്ക് അത് ഞാൻ പറയണ കേക്ക്, ലെറ്റ് മീ കംപ്ലീറ്റ്. 100 ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ പാർട്ടി, ഞാനടക്കം ഞങ്ങളുടെ KPC പ്രസിഡന്റ് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ 100 വീട് ഞങ്ങൾ പണിത് തരാൻ പറഞ്ഞു. അവിടെ പണിത് തരാൻ സ്ഥലം തന്നില്ല. ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല. ഞങ്ങളുടെ കർണാടക ഗവൺമെന്റ് കൊടുത്തുവല്ലോ, പണം കൊടുത്തല്ലോ. 100 വീട് വെക്കാനുള്ള പണം കർണാടക ഗവൺമെന്റ് കൊടുത്തു. ഞങ്ങൾ 100 വീട് വെക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയ, ഗവൺമെന്റിന് കിട്ടാത്ത സ്ഥലം 3 സ്ഥലം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വയനാട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലീഗ് അവർക്ക് സ്ഥലം കിട്ടി. അല്ല, അവർ ആദ്യം മുതൽ തന്നെത്താനുള്ള സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ സർക്കാരിന്റെ സ്ഥലം കിട്ടുമെന്ന് 8 മാസം കാത്തിരുന്നിട്ട് അവർക്ക് സ്ഥലം കിട്ടി. അവരിപ്പോ അവിടെ നിർമ്മാണ പ്രവർത്തനം ലീഗ് ആരംഭിച്ചു. നിങ്ങൾ ആലോചിച്ചോളാം. 100 വീട് ലീഗ്, 100 വീട് കോൺഗ്രസ്, 100 വീട് കർണാടക ഗവൺമെന്റ്. ആകെ അവിടെ 450 വീടേ പണിയുന്നുള്ളൂ. 742 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ഇതിന്റെ പൈസ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. ഈ പാവപ്പെട്ടവൻ താമസിക്കുന്ന വീട് വാടക കൊടുക്കുന്നില്ല. വീട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ.